ഹായ് ആൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സ്കിന്നിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്ര തരം സ്കിന്നുണ്ട്, അതെങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും, പിന്നെ നല്ല സ്കിൻ ഉണ്ടാവാനുള്ള കുറച്ച് സീക്രട്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാവരും പറയും എൻ്റെ സ്കിന്ന് ഓയിലിയാണ്, എൻ്റെ സ്കിന്ന് ഡ്രൈ ആണ്, എൻ്റെ സ്കിന്ന് കോമ്പിനേഷനാണ്, സെൻസിറ്റീവാണ്, ഡീഹൈഡ്രേറ്റഡ് ആണ്. അപ്പം ഇതെന്താണ്, എത്ര തരം സ്കിന്നുണ്ട്? നമുക്കുള്ളത് 4 ടൈപ്പ് ഓഫ് സ്കിന്നാണുള്ളത്. ഓക്കെ, അതിൽ ഒന്ന് ഓയിലി, രണ്ടാമത്തെ ഡ്രൈ, മൂന്നാമത്തെ നോർമൽ, നാലാമത്തെ കോമ്പിനേഷൻ സ്കിൻ. ഓക്കെ, അപ്പം നോർമൽ സ്കിൻ, ആദ്യം ഞാൻ നോർമലിൽ തുടങ്ങാം. ഓക്കെ, ഈ നോർമൽ സ്കിൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? എല്ലാവരും ഒരുപാട് പേര് എൻ്റെ നോർമൽ സ്കിന്നാണ് നോർമൽ സ്കിൻ. ശരിക്കും പറഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് നോർമൽ സ്കിൻ ഇന്നത്തെ കാലത്ത് കാണത്തില്ല. ഒന്നാമത്തെ കാര്യം കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും പൊല്യൂട്ടഡാണ് നമ്മുടെ അന്തരീക്ഷം. അപ്പം അതിൽ ഒരുപാട് പൊടിയും ഡസ്റ്റും പൊടിയും ഡേർട്ടും ഒക്കെ നമുക്കുണ്ട്. അപ്പം നമ്മുടെ സ്കിന്ന് അൺഈവൻ. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും സൂര്യനിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്ന് അൺഈവൻ വെച്ചാൽ പലയിടത്തും പല കളറായിരിക്കും. അപ്പം അത് നോർമൽ സ്കിന്നല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നോർമൽ സ്കിൻ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, കുട്ടികളുടെ സ്കിന്ന് പോലെ ഇരിക്കും. കുട്ടികളുടെ സ്കിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ലേ? അപ്പോൾ അതുപോലെ ഇരിക്കുന്ന വലിയവരുടെ സ്കിന്നിനെയാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. കളറ് ഒരേപോലെ ആയിരിക്കും. അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ താഴത്തെ ഭാഗത്ത് ഉള്ള കളറായിരിക്കും നമ്മുടെ കഴുത്തിൻ്റെ മേലോട്ടും മുഖത്തും ഫോർഹെഡ് വരെ. അപ്പോൾ പലർക്കും ഫോർഹെഡ് ഒരു കളറ്, ചീക്സ് ഒരു കളറ്, കഴുത്തൊരു കളറ്. അത് നോർമൽ സ്കിന്നേ അല്ല. പിന്നെ നമ്മുടെ ആഹാര രീതി ഇന്ന് അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സുകളും നമ്മൾ ടോക്സിൻസ് നിറഞ്ഞ ഫുഡ്സൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നല്ല കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഫുഡുകൾ കിട്ടുമായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേർക്കുണ്ടായിരുന്നു. പിന്നെ അന്തരീക്ഷവും ഒത്തിരി നല്ലതായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേർക്ക് നോർമൽ. ഇന്ന് കാണാൻ കഴിയില്ല, റെയറാണ്. ഓക്കെ, അപ്പം നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സ്കിന്ന് മാതിരി ഇരിക്കും. പിന്നെ ഒരേ മാതിരിയുള്ള കളറാണ്, ഒരേപോലത്തെ കളറായിരിക്കും. പിന്നെ ഒന്നും കാണത്തില്ല, ഒരു കുത്തോ കോമയോ ഒന്നും, ഫുൾ സ്റ്റോപ്പോ ഒന്നും മുഖത്ത് കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ഓയിലി ഫുഡ്, ഇപ്പോൾ ജങ്ക് ഫുഡ്സ് അല്ലെ ഓയിലി ഫുഡ്സ്, നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അകത്തുള്ളത് തന്നെയാണല്ലോ നമുക്ക് പുറത്ത് വരുന്നത്. അപ്പോൾ അത് കാണത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അപ്പോൾ അത് നോർമൽ സ്കിന്നല്ല. രണ്ടാമത്തത് ഓയിലി സ്കിൻ. ഓയിലി സ്കിൻ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഓയിലി സ്കിന്നിനെന്ന് വെച്ചാൽ ഫുൾ നമുക്ക് സ്കിന്നിൽ നല്ല ഷൈനിങ് ആയിരിക്കും എപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ ഉള്ളിൽ നിന്ന് സീബം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ സീബം നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് എല്ലായിടവും നല്ല ഷൈനിങ് ആയിരിക്കും, എണ്ണമയം പോലെ ഇരിക്കും. അതാണ് ഓയിലി സ്കിൻ. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് മുഖക്കുരു കാണാൻ സാധ്യത കൂടുതലാണ്, ചിലർക്ക് വരത്തില്ല. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് ഓപ്പൺ പോസ് ആയിരിക്കും. ഓപ്പൺ പോസ് എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ഭാഗത്ത് ഉള്ള പോറുകൾ നല്ല വലുതായിട്ട് നിൽക്കും. വലുതാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വലുതാകുന്നത് നമ്മൾ ഈ എണ്ണമയമുള്ള ആൾക്കാരിൽ കൂടുതൽ ഈ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഈ പോസിൽ വന്ന് കെട്ടി നിൽക്കും. ഈ കെട്ടി അതായത് മേളിൽ വന്ന് നിൽക്കും. അപ്പം നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യാതിരുന്നാൽ, നല്ലോണം ക്ലെൻസറും ടോണറും ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാതിരിക്കുമ്പം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പൊടിയും അഴുക്കും പിന്നെ ഇതെല്ലാം വന്ന് അതിൻ്റെ അകത്ത് കെട്ടി നിൽക്കും. അതിൻ്റെ അകത്ത് കെട്ടി നിന്നാണ് ഈ പോസ് വലുതായി നമ്മൾ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് പോസ് വലുതായി വരുന്നത്. പിന്നെ അതിൽ ബാക്ടീരിയയും കൂടെ കയറുമ്പോഴാണ് നമുക്ക് മുഖക്കുരു ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ അങ്ങനെയുള്ളവർക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലായിരിക്കും. ഓയിലി സ്കിൻ പീപ്പിളിന് ആളുകൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ എങ്ങനെയാണെന്ന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അതാണ് ടിഷ്യൂ ടെസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ടിഷ്യൂ പേപ്പർ എടുക്കുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകുന്നതിന് മുന്നേ തന്നെ നമ്മൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് ഫോർഹെഡിലും 2 ചീക്സിലും ചിന്നിലും മൂക്കിലും എല്ലാം നല്ല ഒരു ലെയർ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലോണം അമർത്തുക.
അമർത്തുമ്പോഴത്തേക്ക് അതിൽ എണ്ണ ആ ടിഷ്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ, അവർക്ക് കംപ്ലീറ്റ്ലി എണ്ണ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓയിലി സ്കിൻ പീപ്പിളാണ്. ഇനി എണ്ണ ഒന്നുമില്ല എന്നാൽ ഡ്രൈ സ്കിന്നാണ്. ഇല്ല, എണ്ണ ചില ഭാഗത്തേ ഉള്ളൂ. അതായത് ഈ ഭാഗത്തും ഈ ഭാഗത്ത്, അതായത് ടി സോൺ എന്ന് പറയും. ടി എന്നുള്ള ആൽഫബറ്റില്ലേ, അക്ഷരം, അതാണ് ടി സോൺ. ഇവിടെ സി സോൺ. അപ്പോൾ ഏത് ഭാഗത്താണോ എണ്ണ വരുന്നത് അവിടെ അത് അങ്ങനെ ചിലർക്ക് ചില ഭാഗത്തേ വരുള്ളൂ. അങ്ങനെയാണ് കോമ്പിനേഷൻ സ്കിന്ന്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ പേര് ടിഷ്യൂ ടെസ്റ്റ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ പിന്നീട് ഒരു കാര്യത്തിൽ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഒരു കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ്. കാരണം എന്തെന്ന് അറിയാമോ? അവർക്ക് പെട്ടെന്ന് തന്നെ റിങ്കിൾസും ലൈൻസും ഒന്നും വീഴൂല. അവർക്ക് വയസ്സാവത്തില്ല പെട്ടെന്നൊന്നും. അവരുടെ സ്കിന്ന് നല്ലതായിട്ടിരിക്കും. ഒത്തിരി പ്രായമാവുന്നവരെ കുറച്ച് കഴിഞ്ഞ് ഡ്രൈ സ്കിൻ പീപ്പിളിനേക്കാളും കുറച്ച് കഴിഞ്ഞ് അവർക്ക് ഈ ലൈൻസ്, ഇവിടെയുള്ള ലൈൻസ് എല്ലാം വീഴുന്ന കുറച്ച് താമസമായിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ നല്ല എണ്ണമയം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് ഏജിങ് സ്ലോ ആയിരിക്കും. അവർ ഭാഗ്യമുള്ളവരാണ്. ചിലർ പറയും എനിക്ക് ഓയിലി സ്കിൻ ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷേ അവർ ഭാഗ്യമുള്ളവരാണ്. കുറച്ച് കഴിയുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓയിലി സ്കിൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഇനി അടുത്തത് ഏതാണ്? ഇനി അടുത്ത വരുന്നത് ഡ്രൈ സ്കിൻ. അപ്പോൾ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർക്ക്, ഈ ഇപ്പോൾ ഉള്ള ആൾക്കാരിൽ മിക്കവർക്കും പോപ്പുലറായിട്ടുള്ളൊരു സ്കിന്നാണ് ഡ്രൈ സ്കിന്ന്. 2 ടൈപ്പ് ഓഫ് ഡ്രൈനസ് ഉണ്ട്. ഒന്ന് വാട്ടർ ഡ്രൈയും ഒന്ന് ഓയിൽ ഡ്രൈയും. അപ്പോൾ വാട്ടർ ഡ്രൈ എങ്ങനെയാണ് വരുന്നത്? വാട്ടർ ഡ്രൈ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ഫൈൻ ലൈൻസ് പെട്ടെന്ന് തന്നെ അവർ വയസ്സാവും. അപ്പം അവർക്ക് ഫൈൻ ലൈൻസും എല്ലാം വരും. പിന്നെ വാട്ടർ ഡ്രൈ എങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പോൾ ഒരാൾ AC-ക്കകത്ത് ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യണമെന്ന് വെച്ചു. അവർക്ക് ഈ വാട്ടർ കണ്ടൻറ്റ് നഷ്ടപ്പെടും, ഡീഹൈഡ്രേറ്റഡ് ആവും. ഡീഹൈഡ്രേറ്റഡ് ആയാണ് ഡ്രൈനെസ് കൂടുതലുണ്ടാകുന്നത്. പിന്നെ ചില ആൾക്കാർ ബൈക്കിലൊക്കെ സഞ്ചരിക്കും. അപ്പോൾ കുറച്ച് കാറ്റൊക്കെ അടിച്ച് അങ്ങനെയും ഈ നമ്മുടെ ഉള്ളിലുള്ള ജലാംശം വലിച്ചെടുക്കും. കാറ്റും AC-യൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെയാണ് വാട്ടർ ഡ്രൈ ഉണ്ടാകുന്നത്. അല്ല, ഓയിൽ ഡ്രൈനസ് ആണെങ്കിൽ നമ്മൾക്ക് ഹോർമോൺ ഇംബാലൻസ്, അതായത് പെണ്ണുങ്ങൾക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോർമോൺ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് ഹോർമോൺ ഇംബാലൻസ് എല്ലാം വരുമ്പോഴത്തേക്കാണ് ഈ ഓയിൽ ഡ്രൈനസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം 2 ടൈപ്പാണ്. കൂടുതൽ ചെറുപ്പക്കാർക്കും വാട്ടർ ഡ്രൈനസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഡ്രൈ സ്കിൻ ആണെന്ന് മനസ്സിലാക്കാം. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ കൂടുതൽ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കണം. ഇല്ലേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് നശിക്കാൻ ഇടയുണ്ട്. ഇനി അടുത്തത് വരുന്നത് കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് ഈ ചീക്ക് പാർട്ടിൽ നിറച്ച് എണ്ണയായിരിക്കും, നല്ല ഓയിൽ കണ്ടൻ്റ് കൂടുതലായിരിക്കും, ഇവിടെ ഡ്രൈനെസ്സും ആയിരിക്കും ടി സോണിൽ. ചില ആൾക്കാർക്ക് തിരിച്ചായിരിക്കും. അതായത് ഇവിടെ തിരിച്ച് എന്താണോ വൈസ് വേഴ്സയാണ്. ഇവിടെ ഓയിലാണെങ്കിൽ ഇവിടെ ഡ്രൈ ആണെങ്കിൽ ഇവിടെ ഓയിൽ, അത് ഈ ഭാഗത്ത്. അങ്ങനെ തിരിച്ചും മറിച്ചും വരുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാരായിരിക്കും ഭൂരിപക്ഷം ഉള്ള ആൾക്കാർക്കും. നമുക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും, എഴുതി വയ്ക്കും പ്രോഡക്ട്സിലൊക്കെ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അങ്ങനെയുള്ളത് വാങ്ങിക്കാം. അടുത്തത് സെൻസിറ്റീവ് സ്കിൻ. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് എൻ്റെ സ്കിൻ സെൻസിറ്റീവാണെന്ന്. സെൻസിറ്റീവ് നമ്മളാക്കുന്നതാണ്, കണ്ടീഷൻ ചെയ്തെടുക്കുന്നതാണ്. സെൻസിറ്റീവും ഡീഹൈഡ്രേറ്റഡും എല്ലാം കണ്ടീഷൻസ് ഓഫ് ദ സ്കിന്നാണ്. അപ്പോൾ എന്ത് പറ്റും? ചില ആൾക്കാർ ജനിക്കുമ്പോഴേ സ്കിന്ന് സെൻസിറ്റീവ് ആവും. അത് അവരുടെ ഹോർമോൺസിൻ്റെ പ്രശ്നം കൊണ്ടോ വേറെ വല്ല പ്രശ്നം കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവാണ്? അതൊരു ചോദ്യമാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് സെൻസിറ്റീവ് ആവുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർ ബൈ ബർത്ത് തന്നെ സെൻസിറ്റീവ് ആവും, അതവിടെ നിന്നോട്ടെ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തെറ്റായ പ്രോഡക്ട്സ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടും, നമ്മൾ ഡെയിലി റൂട്ടീൻ, അതായത് രാവിലെയും വൈകിട്ടും ഉള്ള സ്കിന്നിന് വേണ്ടിയിട്ടുള്ള റൂട്ടീൻ നമ്മൾ കറക്റ്റിന് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടുമാണ് നമ്മുടെ സ്കിന്ന് കൂടുതലും സെൻസിറ്റീവ് ആവുന്നത്. അല്ലെങ്കിൽ ചിലപ്പം സെൻസിറ്റീവ് ആവും, നമ്മൾ ചില മരുന്നുകൾ ഉള്ളിലെടുക്കുമ്പോൾ സെൻസിറ്റീവ് ആവും. പിന്നെ അല്ലെങ്കിൽ
സൺലൈറ്റിൽ നമ്മൾ ഒത്തിരി പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആവും. അപ്പം അങ്ങനെയൊക്കെയാണ് സെൻസിറ്റീവ് ആകുന്നതാണ്, നമ്മൾ ആക്കുന്നതാണ് സെൻസിറ്റീവ്, അല്ലാതെ അതൊരു സ്കിൻ ടൈപ്പേ അല്ല. ഓക്കെ. പിന്നെ കൂടുതലും നമ്മൾ സൂക്ഷിക്കാതെ, നമ്മളെ സൂക്ഷ്മക്കുറവ് കൊണ്ടുവരുന്നതാണ് സെൻസിറ്റീവ്. നമ്മൾ സൂക്ഷിക്കാതെ നമ്മുടെ സ്കിന്ന് നമുക്ക് റിയാക്റ്റീവ് ആകുമ്പോൾ, അതായത് നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിൽ പോകണം, നമ്മൾ അവിടെ എന്താണ് നമ്മൾ സൂക്ഷിക്കാനുള്ള കാര്യം? നമ്മൾ സൺലൈറ്റിൽ പോകുമ്പോൾ നമ്മൾ SPF ഉപയോഗിക്കണം, ഇല്ലേ? SPF ഉപയോഗിക്കണം. SPF എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. ഓക്കെ. SPF സൺസ്ക്രീനും ഉണ്ട്, സൺ ബ്ലോക്കും ഉണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിച്ചിട്ടേ നമ്മൾ അകത്തിരുന്നാലും വെളിയിൽ പോയാലും സൺസ്ക്രീൻ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കണം. ഈവൻ നമ്മൾ വീട്ടിൽ ഇരുന്ന്, ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷം എല്ലാവരും വർക്ക് ഫ്രം ഹോമാണ്, എല്ലാവരും ലാപ്ടോപ്പിൽ, എല്ലാവരും മൊബൈലിൽ, എല്ലാവരും TVയുടെ മുമ്പിൽ. അപ്പോൾ അതിനെല്ലാം വളരെയേറെ ബ്ലൂ റൈറ്റ്സ് എമിഷനുണ്ട്. ഓക്കെ. ബ്ലൂ റൈറ്റ്സ് നമ്മുടെ മുഖത്തടിക്കാൻ അപ്പം നമുക്ക് അണ്ടർ ഡാർക്ക് സർക്കിൾസ് വരും, നമ്മുടെ സ്കിന്നെല്ലാം ഒരുമാതിരി ചീത്തയാവും. അപ്പോൾ അതിനൊന്ന് അണ്ടർ ഡാർക്ക് സർക്കിൾസിൻ്റെ ക്രീം ഉപയോഗിക്കുക, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക, ഗ്ലാസ് വെച്ച് നമ്മൾ ലാപ്ടോപ്പിലോ അതിലൊക്കെ ഇരിക്കുക, നമ്മുടെ ഗ്ലാസ് വയ്ക്കുക കണ്ണിൽ. അപ്പം അതാണ് ചെയ്യാനുള്ളത്. കൂടുതൽ നമ്മൾ സൂക്ഷിക്കാതെ തന്നെയാണ് നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആകുന്നത്. ഇനി ഒന്ന്, ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് ചില പീരിയഡ്സിനെ വരുള്ളൂ. അതായത് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നീട് പീരിയഡ് ടൈമിൽ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആവും. പിന്നെ മെനോപോസ് സമയത്ത് സ്കിന്ന് സെൻസിറ്റീവ് ആവും. പ്രഗ്നൻസി പീരിയഡിൽ സ്കിന്ന് സെൻസിറ്റീവ് ആവും. അതൊക്കെ ഒരു ടൈം ബീങ്ങിൽ അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ട് അതെല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറൊന്ന്, നമ്മൾ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ പ്രോഡക്ട്സ് വാങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയും കൂടെ നമ്മൾ ശ്രദ്ധിച്ചോളണം. നമ്മൾ ചില ആൾക്കാർ നോർത്തിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് അവിടെ ചിലപ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും, ഭയങ്കര ചൂടുള്ള സ്ഥലം വരും. അപ്പോൾ എന്താണോ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ക്ലൈമറ്റ്, ആ ക്ലൈമറ്റ് കൂടെ അനുസരിച്ച് വേണം പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ. ഓക്കെ. അപ്പോൾ സെൻസിറ്റീവ് കഴിഞ്ഞ് ഇനി അടുത്തത് എന്തുവാണ്? ഡീഹൈഡ്രേറ്റഡ് സ്കിൻ. എങ്ങനെയാണ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ? എന്തുകൊണ്ടാണ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ഉണ്ടാകുന്നത്? കൂടുതലും എന്താണ് പറ്റുന്നത്? ഈ ഡ്രൈ സ്കിന്നുള്ളവർ അത് ഒട്ടും സൂക്ഷിക്കാതെ എക്സ്ട്രീം പോകുമ്പോഴാണ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ഉണ്ടാകുന്നത്. എല്ലാ ആൾക്കാരും നിറച്ച് വെള്ളവും കുടിച്ച് സാലഡ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഒരു പരിധിവരെ നല്ല രീതിയിൽ കിട്ടും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മിക്ക ആൾക്കാർക്കും വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അത് പൊതുവേ ഡ്രൈ സ്കിന്നുള്ളവർ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒത്തിരി ഡ്രൈനെസ് ഉണ്ടാവും. അവർക്ക് ഓയിലി സ്കിൻ പീപ്പിൾ വെള്ളം കുടിക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ഇച്ചിരി വെള്ളം കൂടുതൽ കുടിക്കേണ്ടി വരും. കാരണം അവരുടെ സ്കിൻ അത്രയും ഡ്രൈനെസ് ആണ്. അവർ വളരെ സൂക്ഷിക്കണം. മോയ്സ്ചറൈസർ അവർ മുഖത്തും കയ്യിലും കാലിലും എല്ലാം ഉപയോഗിക്കണം. അത് മോയ്സ്ചറൈസറിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ ആകുമ്പോഴാണ്, അതായത് എക്സ്ട്രീം ഡ്രൈനെസ് പോകുമ്പോഴാണ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആവുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് പകരം ഇവർ ഒത്തിരി കാരം നിറഞ്ഞ സോപ്സ് നമുക്ക് അവൈലബിൾ ആണെന്ന് മാർക്കറ്റിൽ, അത് വാങ്ങും. ദേഹം കഴുകാനായിട്ടും മുഖം കഴുകാനും ഒക്കെ ആയിട്ട് അത് വാങ്ങും. അതും കൂടെ എടുത്തിട്ട് അതിൽ ഒരുപാട് കെമിക്കൽസ് ഉള്ള സോപ്പും അതൊക്കെ നമ്മുടെ സ്കിന്നിലെടുത്ത് പെരുമാറി കഴിയുമ്പോഴത്തേക്ക് അത് എക്സ്ട്രീം ഡ്രൈനെസ്സിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് സ്കിന്നാകെ ചീത്തയാവും. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ പ്രോഡക്റ്റ്സ് വളരെ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നായിട്ട് വരുന്നത് ഡ്രൈനെസ് സൂക്ഷിക്കാതെയാണ് വളരെ ഡീഹൈഡ്രേറ്റഡ് ആയി പോകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ വളരെയേറെ സൂക്ഷിച്ച് പ്രോഡക്ട്സുകൾ വാങ്ങി നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്കൊരു പരിധി വരെ അതിനെ സംരക്ഷിക്കാൻ പറ്റും. നമ്മൾ പിന്നെ ഫുഡ് നമ്മൾ എന്താണ് നമ്മൾ കഴിക്കണം എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധം വേണം. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അതിനെ സൂക്ഷിക്കാം. പിന്നെ നമ്മുടെ സറൗണ്ടിങ് കാലാവസ്ഥയും എക്സ്ട്രീം ഡ്രൈനെസ് ഉണ്ടാക്കും. തണുത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, പിന്നെ ഫുൾ ടൈം AC പ്രവർത്തിപ്പിക്കുന്നവർ, പിന്നെ ഹോർമോൺ ഇംബാലൻസ് നമുക്ക് ബോഡിയിൽ തൈറോയിഡ് ഉള്ളവർക്ക്, പിന്നെ ചില മരുന്നുകൾ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാകും. അപ്പം പിന്നെ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ള ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആകും. അപ്പം നമ്മൾ അതിനെല്ലാം
ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ചെറുപ്പത്തിൽ തന്നെ വയസ്സായതുപോലെ ഇരിക്കും. അതവരുടെ മെഡിക്കൽ പ്രോബ്ലംസ് കൊണ്ടാണ്, ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ്. അവരുടെ ഹോർമോൺസ് നമ്മുടെ ബോഡിക്കകത്ത് കിടന്ന് വല്ലാതെ അങ്ങ് കളിക്കും, നമ്മുടെ ചില ഹോർമോൺസുകൾ. അതൊക്കെ കൊണ്ടാണ് നമ്മൾ യങ് ഏജിൽ തന്നെ, അതായത് ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് മെച്യൂരിറ്റി തോന്നും, മെച്യൂർ സ്കിന്നായിട്ട് കാണും. അപ്പം അത് നമ്മൾ പക്ഷെ മെഡിസിൻസ് എടുക്കാതിരിക്കാനും പറ്റത്തില്ല, ഡോക്ടർ പറയുന്നതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ സ്കിന്നിനെ പുറമേ നിന്നും കൂടെ കുറേ നമ്മൾ സംരക്ഷിച്ചോളണം. അല്ലാതെ അത് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിട്ടിരുന്നിട്ടൊന്നും ഒരു കഥയുമില്ല. ഓക്കെ. പിന്നെ അടുത്തത്, ഈ സലൂണിൽ പോകുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. സലൂണിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ, ചില ബ്യൂട്ടി പാർലറിൽ നിന്ന് അങ്ങോട്ട് ഒന്ന് കയറുമ്പോൾ തന്നെ അവിടെയുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരോ പറയും, മാഡം ഇത് നല്ല ഫേഷ്യലാണോ, അത് നല്ല ഫേഷ്യലാണോ, ഇത് മാഡത്തിന് ചേരും, അതല്ല. നമ്മളറിയണം നമ്മുടെ സ്കിന്നിന് എന്താണ് വേണ്ടിയതെന്ന്. നമ്മുടെ സ്കിന്നിന് പ്രൈമറി കൺസേൺ, അതായത് ആദ്യം നമുക്ക് വേണ്ടിയിട്ടുള്ളത് എന്താണ്, അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സ്കിന്നിന് കൊടുക്കാവൂ. ഓക്കെ. പിന്നെ നമ്മൾ കടയിൽ പോയി പ്രോഡക്ട്സ് ചൂസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അറിയണം നമ്മുടെ സ്കിൻ എന്താണെന്ന്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിഞ്ഞൂടാന്ന് വെച്ചോ, ചിലർക്ക് അറിഞ്ഞൂടാ, അത് ഒരു തെറ്റൊന്നുമല്ല, അറിഞ്ഞൂടാ. അപ്പം നമ്മൾ നല്ലൊരു പ്രൊഫഷണലിന്, അതായത് നല്ലൊരു സലൂണിൽ പോവുക. ലോക്കൽ സലൂണിനേക്കാൾ നല്ല സലൂണിൽ പോയിട്ട് അവരുടെ അടുത്ത് തന്നെ നമ്മുടെ പിന്നീട് കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണ്, നമുക്ക് പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ പിഗ്മെൻറ്റേഷനുള്ളത് അവർ പ്രോഡക്ട്സുകളും കാര്യങ്ങളും ഏത് ബ്രാൻഡാണ് വാങ്ങാനുള്ളതെന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞുതരും, അതനുസരിച്ച് വാങ്ങുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ SPF ഉപയോഗിക്കുന്നത്, അതായത് സൺസ്ക്രീൻ. ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ വീട്ടിൻ്റെ അകത്തിരുന്നാലും നമ്മൾ സൺസ്ക്രീൻ ഇടണം. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് 2 തരം റേസാണ് നമ്മളെ അഫക്റ്റ് ചെയ്യണത്. അത് ഒന്ന് UVA ഏജിങ് ആണ് നടത്തുന്നത്. UVB റേസ് എന്ന് പറയുന്നത് ബേൺസ് ആണ്. അപ്പോൾ UVB റേസ് നമ്മൾ സൂര്യപ്രകാശത്തിൽ ഒത്തിരി പോകുമ്പോൾ കിട്ടുന്ന ബേൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ UVA എന്ത് ചെയ്യും, നമ്മൾ വീടിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്ത് ഇരുന്നാൽ പോലും നമ്മുടെ വാൾസിൽ കൂടെ അത് മതിലിൽ കൂടെ വരെ നമ്മുടെ അകത്ത് കയറി നമ്മുടെ സ്കിന്നിനെ നശിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൺസ്ക്രീൻ വീട്ടിൻ്റെ അകത്തും ഉപയോഗിക്കുന്നത്. ഓക്കെ. സൺസ്ക്രീൻ എത്ര ചൂസ് ചെയ്യണം? മാക്സിമം 30 വരെയൊക്കെ യൂസ് ചെയ്താൽ മതി. 50, 70, 80 ഒക്കെ ഉണ്ട്, അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഓക്കെ. 30 SPF 30 എന്ന് എഴുതിയിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 30 ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ചിലർക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നറിയില്ല, അവർ കയ്യിൽ ഫുള്ളെടുത്ത് തേച്ച് ഇങ്ങനെ അങ്ങ് തേക്കും. അങ്ങനെയല്ല, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ആപ്ലിക്കേഷനാണ്, വളരെ പതുക്കെ അതിന് സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അത് ഒരു കോട്ടിക്കാണ് കൊടുക്കണം. അതിനെ നമ്മൾ റബ്ബ് ചെയ്ത് തുടച്ച് കളഞ്ഞാൽ അതിൽ ഇതില്ല, ഒരു ഉപയോഗവും ഇല്ല. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യണം, പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കുറച്ച് അതായത് 30 അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഫോർഹെഡ് തൊട്ട് നമ്മുടെ കഴുത്ത് വരെ അപ്ലൈ ചെയ്യണം. കഴുത്തിൻ്റെ താഴെ വരെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വെളിയിലിറങ്ങാവൂ, എന്നാലേ അതിൻ്റെ പ്രയോജനം ചെയ്യുള്ളൂ, ഇല്ലേ വെറുതെയാണ്. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെറിയ ജ്ഞാനമെങ്കിലും കിട്ടിയെങ്കിൽ ഞാൻ സന്തോഷമാണ്, എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതിലും ഞാൻ കുറച്ച് സ്കിന്നിൻ്റെ കാര്യമായിട്ട് വരാം. ഇന്നിപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ എന്തെല്ലാം രീതിയിലുള്ളത് പ്രോഡക്ട്സുകൾ ഉപയോഗിച്ച് നമുക്ക് സ്കിന്നിനെ സംരക്ഷിക്കാം, പിന്നെ അതുപോലെ തന്നെ pH ബാലൻസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. pH ബാലൻസ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. സ്കിന്നിലെ pH ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, pH ബാലൻസ് എങ്ങനെയാണ് നോക്കണം, അതിനെക്കുറിച്ച്, പിന്നെ എങ്ങനെ ക്ലെൻസർ ചൂസ് ചെയ്യണം, എങ്ങനെ മോയ്സ്ചറൈസർ ചൂസ് ചെയ്യണം, ഇതിനൊക്കെ കുറിച്ച് ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിലായിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ഓക്കെ, താങ്ക് യു.